ആരാ? എന്നെ മനസ്സിലായില്ലേ? ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി. അയ്യോ മോനെ രവി, നമ്മള് ശേഖരൻകുട്ടിയോട് പഠിച്ച. പക്ഷേ ശേഖരൻകുട്ടിയുടെ കൂടെ മാത്രമല്ല, സോമന്റെയും കൂടെ പഠിച്ചിട്ടുണ്ട്. സോമൻ ഒരു അനിയൻ ഉണ്ടായിരുന്നു, ഭാഗ്യം. ഇല്ല അവന്റെ കൂടെ പഠിച്ച് ഞാൻ റെക്കാർഡ് സൃഷ്ടിച്ചേനെ. എവിടെ പാർട്ടീസ്? എവിടെയായിരുന്നു? കൊറേ കാലമായിരുന്നു കണ്ടിട്ട്. ഇവിടെ ഇല്ലായിരുന്നു. ചെറുതായിട്ടൊന്ന് നാട് വിട്ടു. പത്തേമാരിലും ലോഞ്ചിലും ഒക്കെ കയറി അറബിയുടെ അടുത്ത് ദുബായിൽ 9 കൊല്ലം. പിന്നെ ഞാനാ വന്നത്. നീ എപ്പോ വന്നടേ? എവിടെ സോമൻ? എവിടെ? അവന്റെ കാര്യമൊന്നും പറയണ്ട മോനെ. കോളേജിൽ എന്തോ കുണ്ടാമണ്ടി കാണിച്ചെന്ന് പറഞ്ഞു പിടിച്ച് പുറത്താക്കി. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് പോകും, പിന്നെ രാത്രി തോന്നുമ്പോഴാ കയറി വരിക. അത്രേ ഉള്ളൂ. ശരിയാവോ അമ്മച്ചി? അമ്മച്ചി ഒട്ടും വിഷമിക്കണ്ട. അവൻ ചിലപ്പോ ഇവനെക്കാളും കേവനായിട്ട് വരും. ഈ ഞാൻ പണ്ട് ആരായിരുന്നു ചോദിച്ചേ? ഞങ്ങൾ ക്ലാസ്സിലിരുന്ന് പഠിക്കുമ്പോ ഇവൻ കശുമാവിന്റെ കൊമ്പത്തിരുന്ന് ചാട്ടം പഠിക്കും. കൂടെ സഹിയട്ടപ്പോ എക്സസ് പറഞ്ഞു, എടാ ടീച്ചറോളം പ്രായമായില്ലേ നിനക്ക്, ഇനിയെങ്കിലും ഈ സ്കൂളിൽ ഒന്ന് വിട്ടുകൂടെയും. അതുകൊണ്ട് സ്കൂള് ഞാനങ്ങ് ഉപേക്ഷിച്ചു. സ്കൂളിൽ നിന്ന് പോന്നിട്ടോ കുറവുണ്ടോടാ അതിന്റെ തോന്നിവാസത്തിന്. ഒടുക്കും കയ്യിലിരിപ്പോണ്ട് നിന്ന് പിഴയ്ക്കാൻ മേലാന്നായപ്പോ നാട് വിട്ടു. എനിക്ക് ഇത്രയൊക്കെ ഒപ്പിക്കാമെങ്കിൽ നമ്മുടെ സോമൻ എന്തുകൊണ്ടായിക്കൂടാ അമ്മച്ചി? അവനൊരു കലക്കൂ എന്നുള്ള കാര്യം ഡെഫിനറ്റാ. അല്ലാതെ ഇവനെ പോലെ മണക്കൂസറായിട്ടൊന്നും അവൻ നിൽക്കത്തില്ല. ധൈര്യമായിട്ടിരിക്കും. അങ്ങനെ ആവണമെന്നാണ് മോനെ എന്റെ പ്രാർത്ഥന. അച്ഛൻ ഉള്ളത് പറഞ്ഞ എഡ്ജി സാറിന്റെ മുഖത്ത് നോക്കി ഒന്ന് സംസാരിക്കാൻ പോലും എനിക്ക് എപ്പോഴും പേടിയാ. പണ്ട് വഴി വെച്ചെങ്ങനെ സാറിനെ കണ്ട ഞാൻ വല്ല ഇടവഴിയിലും കയറി നിന്ന് കളയും. വഴി നടക്കുമ്പോ കയറി ചുറ്റിച്ചു കളഞ്ഞാലോ? ഞാൻ ആദ്യമായിട്ടൊരു ചെക്കിയെ കാണുകയല്ലേ. ഞാൻ ശേഖരൻകുട്ടിയുടെ ഒപ്പം പഠിച്ചതാ രവി. അച്ഛാ മുസ്തി രവി. ഓ, ആ വാദ്യാരെ തല്ലിയാളല്ലേ? അതെ. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ദുബായിലാ. ദുബായിൽ എന്താ പണി? ചെറിയ ബിസിനസ് ഒക്കെ ഉണ്ട്. ബിസിനസ് ഒക്കെ എങ്ങനെയാണ്? അവിടെ പോയി കുഴപ്പമുണ്ടാക്കി പലരും ഇവിടെ വന്നിട്ടുണ്ട്. തകരാറൊന്നും ഉണ്ടാക്കരുത്. ഇല്ല സർ, ഞാനിപ്പോ വരാം. മോനിരിക്കെ. നീ ഇവിടെ ഇരിക്കടാ. മോനിവിടെ ഇരിക്കും, ഞാൻ ചെന്ന് കഴിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം. അയ്യോ പറ്റത്തില്ല, ഞാനും ശേഖരൻകുട്ടിയും കൂടെ ഒന്ന് പുറത്തിറങ്ങിട്ട് വരാം. എടാ പാലം വിളിക്കണം. ഇത്രയും കാലം കഴിഞ്ഞ് വന്നിട്ട് ഒന്നും കഴിക്കാതെ പോവുക, അത് പറ്റില്ല. ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാതെ ഞാൻ പോകത്തില്ല. പോയാൽ എനിക്കൊട്ട് വിസയും കിട്ടിയല്ല. ഞാൻ ഇനി ഒരു ദിവസം വരാം, പുള്ളിക്കാരനില്ലാത്തപ്പോ. ഞാൻ ചെന്ന് കാപ്പി കൊടുത്തിട്ട് വരാം. ഒന്ന് വേഗം റെഡിയാണോ? എനിക്ക് പോരാ.